വിവാദങ്ങൾക്കൊടുവിൽ കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്യാൻ സിൻഡിക്കേറ്റ് തീരുമാനം. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റിൽ 19 അംഗങ്ങളും രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നത് അനുകൂലിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ VC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. രജിസ്ട്രാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ സിൻഡിക്കേറ്റ് 3 അംഗ ഉപസമിതിയെ നിയോഗിച്ചു. വിവരങ്ങളുമായി ഹാൻസ് നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഹാൻസ്, അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് എത്തുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഞ്ജലി, ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കാനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത 19 സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നത് അനുകൂലിച്ചു. പക്ഷേ ഈ യോഗം അവസാനിക്കുന്നത് വരെയും VC ഈ നടപടി അംഗീകരിച്ചിരുന്നില്ല. VC പറയുന്നതനുസരിച്ച് ഈ വിഷയം അദ്ദേഹം അനധികൃതമായി ഈ സർവകലാശാലയിൽ വരികയും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ റദ്ദാക്കാൻ കഴിയില്ല, ചാൻസലർക്ക് ഈ വിഷയം വിടുകയാണ് എന്നാണ് വൈസ് ചാൻസലർ നിലപാട്. പക്ഷേ അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റിന്റെ തീരുമാനം നിലവിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാനാണ്. അതിനുവേണ്ട തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ VC ഈ യോഗത്തിൽ നിന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ VC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയെ അറിയിക്കാൻ കൂടിയാണ് ഇപ്പോൾ നിലവിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റിന് തീരുമാനിക്കാമെന്ന് അല്ലെങ്കിൽ റദ്ദാക്കാമെന്ന്. പക്ഷേ ഈ നടപടിക്ക് വിരുദ്ധമായിട്ടാണ് വൈസ് ചാൻസലർ പ്രവർത്തിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ കൂടെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഒപ്പം തന്നെ ഈ രജിസ്ട്രാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു 3 അംഗ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ G മുരളീധരൻ, R രാജേഷ്, S നസീബ് എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അഞ്ജലി. ശരി ഹാൻസ്, അങ്ങനെ സസ്പെൻഷൻ റദ്ദാക്കിയെങ്കിലും രജിസ്ട്രാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ സിൻഡിക്കേറ്റ് 3 അംഗ ഉപസമിതി നിയോഗിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ഹാൻസ് ആണ്.